ഹായ് കുട്ടികളെ, ജസീൽ സാർ തിരിച്ചു വന്നിരിക്കുകയാണ്. ആദ്യമായി നിങ്ങളോട് ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം കുട്ടികളിലോട്ട് എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടാം, ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. മാത്രമല്ല, നമ്മുടെ ഫിസിക്സിൻ്റെ ഏകദേശം ഓൾമോസ്റ്റ് എല്ലാ ചാപ്റ്ററും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ആ കവർ ചെയ്തിരിക്കുന്ന ചാപ്റ്ററിൻ്റെയൊക്കെ പ്ലേലിസ്റ്റ് ഞാനിവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ഫിസിക്സിൻ്റെ ഏത് ടോപ്പിക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ട് പിനാക്കിൾ അക്കാഡമി എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോ നിങ്ങളിലോട്ട് എത്തുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ഫുൾ ചാപ്റ്ററിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. വേണ്ടവർ എന്ത് ചെയ്യുക, ആ ലിങ്ക് എടുക്കുക. പിന്നെ അതുപോലെ നമ്മുടെ ടെലഗ്രാം ചാനൽ ഉണ്ട്. ആ ടെലഗ്രാം ചാനൽ മാക്സിമം കുട്ടികൾ കയറുക. ആ ടെലഗ്രാം ചാനൽ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നൊക്കെ നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതും വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാം. വേണമെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാനിടാം. അപ്പോൾ നിങ്ങൾക്ക് ടെലഗ്രാം ചാനൽ നിങ്ങൾക്ക് എങ്ങനെ ഉപകാരപ്രദമാകും എന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യും, മനസ്സിലാവുന്നതായിരിക്കും. അപ്പോൾ മാക്സിമം നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മളുടെ ഒരു വിജയം എന്ന് പറയുന്നത്. മാക്സിമം സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, മറ്റുള്ള കുട്ടികളിലോട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതല്ലേ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ഞങ്ങളെ കൊണ്ട് അറിവ് തരാം, നിങ്ങളെ കൊണ്ട് ഷെയറിങ്ങും രണ്ടും കൂടെ ആകുമ്പോഴത്തേക്കും ഒരു പാല് വിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നല്ലേ. ഓക്കെ, ഞങ്ങളൊരു പാല് വിട്ട് തരുന്നു, നിങ്ങൾ തിരിച്ചെന്ത് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് ആ പാല് എന്ത് ചെയ്യുക, കറക്റ്റ് ആക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് നമ്മുടെ ഫോക്കസ് പോയിന്റിനകത്ത് ആക്സിലറേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇത് വലിയ കാര്യമൊന്നുമില്ല. ഓൾറെഡി നമുക്ക് വെലോസിറ്റി അറിയാം. എന്താ വെലോസിറ്റി എന്ന് പറയുന്നത്? ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ഇസ് കാൾഡ് എന്താണ്, വെലോസിറ്റി. അപ്പോൾ എന്തായിരിക്കും ആക്സിലറേഷൻ? ഒരു ബോഡിക്ക് വെലോസിറ്റിക്ക് ചേഞ്ച് ഉണ്ടെങ്കിൽ മക്കളെ അവിടെ ഒരു പുതിയ ഒരാളുണ്ടാവും. അയാളുടെ പേരാണ് ആക്സിലറേഷൻ എന്ന് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണല്ലേ, ഡിസ്പ്ലേസ്മെന്റിന് ചേഞ്ച് ഉണ്ടാകുമ്പോൾ വെലോസിറ്റി ഉണ്ടാകുന്നു. വെലോസിറ്റിക്ക് ചേഞ്ച് ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്നത് ആരാണ്? ആക്സിലറേഷൻ ആണ്. അപ്പോൾ ആക്സിലറേഷൻ എന്ന് പറയുന്നത്, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു മാവിൽ നിന്നും മാങ്ങ താഴോട്ട് വീഴുകയാണ്. ഓക്കെ, അപ്പോൾ ഈ മാങ്ങ ഇനിഷ്യലി മാങ്ങ റെസ്റ്റിലാണ്. ഓക്കെ, അപ്പോൾ ഇനിഷ്യലി മാങ്ങയുടെ വെലോസിറ്റി നമുക്ക് എന്ത് വിളിക്കാം, v1. അതെന്ത് വിളിക്കാം, 0 എന്ന് വിളിക്കാം. നിങ്ങൾക്കൊരു കാര്യം അറിയാവോ, മാങ്ങ 1 സെക്കൻഡ് ആകുമ്പോഴത്തേക്കും ആ മാങ്ങയുടെ വെലോസിറ്റി താഴോട്ടേക്ക് വരികയാണ് മാങ്ങ കേട്ടോ. 1 സെക്കൻഡ് ആകുമ്പോഴത്തേക്കും ആ മാങ്ങയുടെ വെലോസിറ്റി എന്താകുമെന്നറിയാവോ, 9.8 മീറ്റർ പെർ സെക്കൻഡ് ആവും. അടുത്ത 1 സെക്കൻഡ് കഴിയുമ്പോൾ രണ്ടാമത്തെ സെക്കൻഡിൽ ആ മാങ്ങയുടെ വെലോസിറ്റി എത്ര ആവുമെന്നറിയാവോ നിങ്ങൾക്ക്? 2 × 9.8. അതായത് ആദ്യം 0, പിന്നെ 9.8, പിന്നെ ആ 9.8 2 മടങ്ങ് 2 × എന്താണ് 9.8. മൂന്നാമത്തെ സെക്കൻഡിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താവും? 3 × 9.8. അതായത് ഓരോ സെക്കൻഡിലും ആ ബോഡിയുടെ വെലോസിറ്റി എത്ര വെച്ച് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്? 9.8 വെച്ച് എന്ത് ചെയ്യുന്നുണ്ട്? ഡിക്രീസ് ചെയ്യുന്നുണ്ട്. ഇത് സെയിം കേസ് തന്നെയാണ് ഒരു ബോഡിനെ നമ്മൾ മുകളിലോട്ട് വലിച്ചെറിയുമ്പോൾ. ഒരു ബോഡിനെ നമ്മൾ മുകളിലോട്ട് വലിച്ചെറിയുമ്പോൾ ഓരോ സെക്കൻഡിലും അതിൻ്റെ വെലോസിറ്റി എത്ര വെച്ച് ഡിക്രീസ് ചെയ്യും? 9.8 വെച്ച് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. അപ്പോൾ നമ്മൾ പറയും ഈ ബോഡി എന്താണ്? ഇതൊരു ആക്സിലറേറ്റഡ് ബോഡിയാണ്. അപ്പോൾ എന്താണ് ആക്സിലറേഷൻ എന്ന് പറയുന്നത്? ഒരു വസ്തുവിന് എപ്പോഴെങ്കിലും വെലോസിറ്റിക്ക് ചേഞ്ച് ഉണ്ടാകുമ്പോൾ അവിടെ ഉണ്ടാകുന്ന പുതിയൊരു സംഗതിയാണ് എന്തെന്ന് പറയുന്നത്? ആക്സിലറേഷൻ എന്ന് പറയുന്നത്. ഈ ആക്സിലറേഷനെ എങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്? വളരെ സിമ്പിൾ ഡെഫിനിഷൻ, വളരെ സിമ്പിൾ ഡെഫിനിഷൻ. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, 1 സെക്കൻഡിൽ ഉണ്ടാകുന്ന വെലോസിറ്റിയുടെ ചേഞ്ച്. വളരെ സിമ്പിളായിട്ട് ഇത്രയേ ഉള്ളൂ. എന്താണ്? 1 സെക്കൻഡിൽ ഉണ്ടാകുന്ന വെലോസിറ്റിയുടെ ചേഞ്ച്, അല്ലെങ്കിൽ ഒരു യൂണിറ്റ് ടൈമിൽ ഉണ്ടാകുന്ന വെലോസിറ്റിയുടെ ചേഞ്ച് ആണ് എന്ത്? ആക്സിലറേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി വെലോസിറ്റി പഠിച്ചു വെച്ചതാണ്. എന്താ വെലോസിറ്റിയുടെ ഡെഫിനിഷൻ നമ്മൾ പഠിച്ചത്? ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ്. ഡിസ്പ്ലേസ്മെന്റിന്റെ മാറ്റത്തിന്റെ നിരക്കിനെയാണ് നമ്മൾ എന്തെന്ന് വിളിച്ചത്? വെലോസിറ്റി എന്ന് വിളിച്ചത്. അതേ ഡെഫിനിഷൻ നമുക്ക് ഇവിടെയും കൊടുക്കാം. എന്തായിരിക്കും അപ്പോൾ ആക്സിലറേഷൻ എന്ന് പറയുന്നത്? ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി. എന്താണ്? ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി. മക്കളെ, എന്താ റേറ്റ് എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരാളെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? റേറ്റ് എന്ന് വിളിക്കുന്നത്. എന്തിന്റെ റേറ്റ് ആണ്? വെലോസിറ്റിയുടെ ചേഞ്ചിന്റെ റേറ്റ് ആണ് എന്ത്? ആക്സിലറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ആക്സിലറേഷൻ ഇക്വേഷൻ? വളരെ സിമ്പിൾ ഇക്വേഷൻ ആണ്. ആക്സിലറേഷൻ എന്ന് വെച്ചാൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡഡ് ബൈ എന്ത് വരും? ടൈം. വെലോസിറ്റി ബൈ ടൈം. ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം. ദ റേറ്റ്, ഏതെങ്കിലും ഒരു സാധനത്തിന് ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്താണത്? റേറ്റ് ആണ്. ദ റേറ്റ് ഓഫ് എന്തിന്റെ റേറ്റ് ആണ് മക്കളെ? ചേഞ്ച് ഓഫ് വെലോസിറ്റി. വെലോസിറ്റിയുടെ ചേഞ്ചിന്റെ എന്താണ്? നിരക്കിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ആക്സിലറേഷൻ. ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ഇസ് കാൾഡ് ആക്സിലറേഷൻ. dv by dt ഡെൽറ്റ v ബൈ എന്താണ്?
ഡെൽറ്റ ടി. നമുക്ക് ഇനി ഇവിടുന്ന് ഇതിൻ്റെ യൂണിറ്റ് നോക്കാം. എന്തായിരിക്കും ആക്സിലറേഷൻ്റെ യൂണിറ്റ്? നമുക്കറിയാം വെലോസിറ്റിയുടെ യൂണിറ്റ് എന്താണ്? മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഡിവൈഡഡ് ബൈ എന്തുണ്ട്? സെക്കൻഡ് ഉണ്ട്. അപ്പോൾ എന്തായിരിക്കും ഇതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇതാണ് ആക്സിലറേഷൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആക്സിലറേഷൻ ഡയമെൻഷൻ എന്താണ്? നമുക്കറിയാം വെലോസിറ്റിയുടെ ഡയമെൻഷൻ എന്താണ്? എം ഇല്ല, എൽ ടി റൈസ് ടു മൈനസ് വൺ, എൽ ടി റൈസ് ടു മൈനസ് വൺ, എൽ ടി റൈസ് ടു മൈനസ് വൺ ഡിവൈഡഡ് ബൈ എന്തും കൂടെ ഉണ്ട്? ഒരു ടിയും കൂടെ ഉണ്ട്. അപ്പോൾ എന്ത് കിട്ടും നമുക്ക്? എൽ ടി റൈസ് ടു മൈനസ് ടു. ഇതാണ് ആക്സിലറേഷൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത്. ആക്സിലറേഷൻ എന്ത് ക്വാണ്ടിറ്റിയാണ്? ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ആക്സിലറേഷൻ എന്ത് ക്വാണ്ടിറ്റിയാണ്? ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി. നിങ്ങളൊരു പുതിയ ഫിസിക്കൽ ക്വാണ്ടിറ്റി നിങ്ങൾ പരിചയപ്പെടുമ്പോൾ നിങ്ങളത് വെക്റ്റർ ആണോ സ്കെയിലാർ ആണോ എന്ന് അറിഞ്ഞിരിക്കണം. അതിൻ്റെ ഡയമെൻഷൻ അറിഞ്ഞിരിക്കണം, അതിൻ്റെ യൂണിറ്റും അറിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മുടെ ആക്സിലറേഷന് എന്തുണ്ട്? ഡയറക്ഷൻ ഉണ്ട്. ആക്സിലറേഷന് എന്തുണ്ട്? ഡയറക്ഷൻ ഉണ്ട്. എങ്ങനെയാണ് ഒരു ബോഡിയുടെ ആക്സിലറേഷൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കുന്നത്? നമുക്കറിയാം ഒരു ബോഡിയുടെ വെലോസിറ്റിക്ക് ചേഞ്ച് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫോഴ്സ് കൊടുക്കണം. ഇത് നമ്മൾ എവിടെ പഠിക്കും? ലോസ് ഓഫ് മോഷനിൽ പഠിക്കും. ഒരു ബോഡിയുടെ വെലോസിറ്റിക്ക് ചേഞ്ച് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വേണം? ഒരു ഫോഴ്സ് വേണം. ആ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണോ അതായിരിക്കും ആക്സിലറേഷൻ ഡയറക്ഷൻ. ഉദാഹരണം, ഈ മാങ്ങ തന്നെ എടുക്കാം. ഈ മാങ്ങ താഴോട്ട് വീഴുകയാണ്. ഈ മാങ്ങ താഴോട്ട് വീഴാൻ കാരണം നമുക്കറിയാം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ്. അതെങ്ങോട്ട് ആക്ട് ചെയ്യുന്നത്? താഴോട്ടേക്കാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആക്ട് ചെയ്യുന്നത്. എങ്കിൽ ഇവിടെ പറ ആക്സിലറേഷൻ ഡയറക്ഷൻ എങ്ങോട്ടേക്കായിരിക്കും? താഴോട്ടായിരിക്കും. അപ്പോൾ ആക്സിലറേഷൻ ഡയറക്ഷൻ എന്ന് പറയുന്നത് ബോഡിയിൽ ഫോഴ്സ് എങ്ങോട്ടാണോ ആക്ട് ചെയ്യുന്നത് അതായിരിക്കും ആക്സിലറേഷൻ ഡയറക്ഷൻ. ഇപ്പോൾ ഒരു ബോഡി മുകളിലോട്ടാണ് പോകുന്നത്. ഒരു ബോഡിയെ നമ്മൾ മുകളിലോട്ട് വലിച്ചെറിഞ്ഞു. നമുക്കറിയാം ഇതിൻ്റെ വെലോസിറ്റി എത്ര വെച്ച് കുറയും? 9.8 വെച്ച് കുറഞ്ഞു മണ്ടക്കോട്ടേക്ക് പോകും. കുറഞ്ഞാണ് പോകുന്നത്. എന്നിരുന്നാൽ കൂടിയും ആ ബോഡിയുടെ ആക്സിലറേഷൻ ഡയറക്ഷൻ എങ്ങോട്ടേക്കായിരിക്കും? താഴോട്ടായിരിക്കും. കാരണം ഫോഴ്സ് എങ്ങോട്ടേക്കാണ്? താഴോട്ട് ആക്ട് ചെയ്യുന്നത്. ആ ഫോഴ്സ് താഴോട്ട് ആക്ട് ചെയ്യുന്നതുകൊണ്ടാണ് വെലോസിറ്റി കുറയുന്നത്. വെലോസിറ്റി കുറയുവാണെങ്കിൽ റിട്ടാർഡേഷൻ ആണ്. ആ റിട്ടാർഡേഷന് കാരണക്കാരൻ ആരാണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് ആക്സിലറേഷൻ ഈ കേസിലും എങ്ങോട്ട് തന്നെയാണ്? താഴോട്ടാണ്. ബോഡി മുകളിലോട്ട് പോയാലും ശരി, ബോഡി താഴോട്ട് വന്നാലും ശരി, ദ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആൾവേസ് ആക്ടിങ് സെന്റർ ഓഫ് ദി എർത്ത്. എർത്തിന്റെ സെന്ററിലോട്ടായിരിക്കും എന്തെന്ന് പറയുന്നത്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത്. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എങ്കിൽ നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോകാം. ഓക്കെ അല്ലേ? അപ്പോൾ ആക്സിലറേഷൻ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്താണെന്ന്. എന്താ മക്കളെ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്ന് പറയുന്നത്? വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ വളരെ ചെറിയൊരു ടൈമിൽ ഉണ്ടാകുന്ന വെലോസിറ്റിനെയാണ് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്ന് പറയുന്നത്. അതിൻ്റെ ഡെഫിനിഷൻ എങ്ങനെയാണ്? വെലോസിറ്റി അറ്റ് എനി ഇൻസ്റ്റന്റ് ഓഫ് ടൈം. ഏതൊരു ഇൻസ്റ്റന്റ് ഓഫ് ടൈമിൽ, ഏതൊരു മൈന്യൂട്ട് ടൈമിൽ ഉണ്ടാകുന്ന വെലോസിറ്റിനെയാണ് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്ന് പറയുന്നത്. നമുക്ക് ലൈവായിട്ട് അതിനിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും. എല്ലാ സമയത്തും അതിനെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും. അതൊരു ടൈം ഇൻ്റർവെൽ കഴിഞ്ഞിട്ടല്ല വരുന്നത്. 1 സെക്കൻഡ് കഴിഞ്ഞാൽ 2 സെക്കൻഡ് കഴിഞ്ഞല്ല പിന്നെ അടുത്ത കാണിക്കുന്നത്. ഒരിക്കലും അല്ല, എല്ലാ ടൈമിലും കാണിച്ചുകൊണ്ടിരിക്കും. വെലോസിറ്റി അറ്റ് എനി ഇൻസ്റ്റന്റ് ഓഫ് ടൈം ഈസ് കാൾഡ് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി. അപ്പോൾ എന്താ മക്കളെ ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷൻ? സിമ്പിൾ. നേരത്തെ പോലെ തന്നെ ആക്സിലറേഷൻ at any instant of time is called instantaneous acceleration. അവിടെ ഞാൻ പറഞ്ഞായിരുന്നു ടൈം വളരെ എന്താണ്? ചെറുതാണെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു ലിമിറ്റ്. ഓർമ്മയുണ്ടോ? ഓർമ്മയില്ലാത്തവർ മുമ്പത്തെ വീഡിയോ പോയി കണ്ടിട്ട് വരിക. അത് മണ്ടക്ക് കൊടുത്തിട്ടുണ്ട്. ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0. ലിമിറ്റ് ഡെൽറ്റ ടി, അതായത് ടൈം വളരെ ചെറിയൊരു ടൈമിലുള്ള ആക്സിലറേഷൻ ആണെന്ത്? ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷൻ. എന്ത് കിട്ടും മക്കളെ? ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി. ഇതെന്താണ്? ആക്സിലറേഷൻ. ഇതെന്താണ്? ആക്സിലറേഷൻ. ഇതും കൂടെ വന്നാൽ എന്താണ്? ചെറിയ ടൈമിലെ ആക്സിലറേഷൻ, വളരെ മൈന്യൂട്ട് ടൈമിലെ ആക്സിലറേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷൻ എന്ന് വിളിക്കുന്നത്. ഇതിനെ സിമ്പിളാക്കി നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും മക്കളെ? എങ്ങനെ എഴുതാൻ പറ്റും? ഡി വി ബൈ dt
ഇതിനെയാണ് ഇനി നമ്മൾ പഠിക്കുന്ന ആക്സിലറേഷൻ. എന്താണ്? dv/dt ആണ്. ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷൻ dv/dt. ഇനി നമ്മൾ മുന്നോട്ട് പോകുന്ന ക്ലാസ്സുകളിലൊക്കെ ഇനി വരുന്ന എല്ലാ ചാപ്റ്ററിലും നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഇക്വേഷൻ എന്താണ്? ആക്സിലറേഷൻ എന്താണ്? dt ആണ്. ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണെന്ത്? dv/dt എന്ന് പറയുന്നത്. പണ്ട് നമ്മൾ വെലോസിറ്റി ബൈ ടൈം എന്ന് പഠിച്ചു. ഇവിടെ നമ്മൾ പഠിച്ചു ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം ആണ് ആക്സിലറേഷൻ എന്ന് പഠിച്ചു. അതിനെ ഒന്നും കൂടെ മോഡിഫൈ ചെയ്ത് ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷൻ പഠിച്ചു. എന്താണ്? dv/dt. എന്താ മക്കളെ? d വളരെ ചെറിയ ഒരു ചേഞ്ചിനെ കാണിക്കാനാണ് നമ്മൾ d എന്ന് പറയുന്ന ലെറ്റർ കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എവിടെയുള്ളത്? ആക്സിലറേഷനകത്ത് പഠിക്കാനുള്ളത്. ഇനി നമുക്കിതിനകത്ത് ഒരു ടോപ്പിക് ഉണ്ട്. എന്താണ്? നമ്മുടെ ഇക്വേഷൻ ഓഫ് മോഷനും അതുപോലെ തന്നെ ഗ്രാഫുമാണ്. ഉടനെ തന്നെ ആ വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലോട്ട് എത്തുന്നതായിരിക്കും. ഇന്നല്ലേ നാളെ 1-2 ദിവസത്തിനുള്ളിൽ ഈ വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലോട്ട് എത്തുന്നതായിരിക്കും. അപ്പോൾ അതുവരെ നിങ്ങളൊന്ന് ചെറിയതായിട്ട് എന്ത് ചെയ്യുക? ഒന്ന് ഇരിക്കുക. ഉറപ്പായിട്ടും 1-2 ദിവസത്തിനുള്ളിൽ ഈ ഒരു ചാപ്റ്റർ നമ്മൾ ഫുള്ളായിട്ട് എന്ത് ചെയ്യും? കവർ ചെയ്യും. ഞാൻ നിങ്ങൾക്കൊരു ഉറപ്പ് തന്നിട്ടുണ്ട്. മാക്സിമം നിങ്ങൾ വീഡിയോ എന്ത് ചെയ്യുക? ഷെയർ ചെയ്യുക. മാക്സിമം ഷെയർ ചെയ്യുക. ഒരു കുട്ടി ഞാൻ എന്ത് ചെയ്തിരിക്കും? വീഡിയോ ഇട്ടിരിക്കും. മാക്സിമം ഫോക്കസ് പോയിന്റ് ഞാൻ എന്ത് ചെയ്തിരിക്കും? കവർ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.